ചരിത്രം എഴുതിയത് ആരാണ്, എന്തിനു വേണ്ടിയാണ് എനിക്കറിയില്ല. ആൾക്കൂട്ടത്തിന്റെ ഈ ബഹളങ്ങൾക്കിടയിൽ അവരുടെ ശബ്ദങ്ങൾ മുങ്ങിപ്പോയി. KJ ബേബി ആത്മഹത്യ ചെയ്തു. നാവേലി മന്ത്രം, ഗുഡ് ബൈ മലബാർ എന്നൊക്കെ പറഞ്ഞ ഇത് നോവലുകൾ എഴുതി നാടകത്തിക എന്ന് പറയുന്ന നാടകം അവതരിപ്പിച്ചു. ഞാൻ കൽക്കട്ടയിൽ പോയിട്ട് ബാദൽ സർക്കാരിൻ്റെ നാടക രീതി പരിചയിക്കുകയും അദ്ദേഹത്തിൻ്റെ തേർഡ് തിയേറ്റർ സങ്കല്പം വെച്ചിട്ട് ഒരു കേരളത്തിൽ നാടക കലയെ ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ച് വന്ന് ഞാൻ ഇവിടെ എത്തിയപ്പോൾ ആദ്യം കാണുന്നത് നാടകത്തികയാണ്. അപ്പം ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ബേബി ഇവിടെ ചെയ്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞാനായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഈ ആളുകളെ സംഘടിപ്പിക്കുകയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഞാൻ നാടകം ഉപേക്ഷിച്ച്. പിന്നെ റേഡിയോയിൽ മാത്രമേ നാടകങ്ങൾ എഴുതിയിട്ടുള്ളൂ. പക്ഷെ ബേബി ഈ ഒരു വളരെ പ്രത്യാശാഭരിതനായിട്ടുള്ള ഒരാളായിരുന്നു. ശരി, ആദിവാസി കുട്ടികളെ പരിശീലിപ്പിക്കുകയും അവരെ കൊണ്ട് പാട്ട് പാടിക്കുകയും അവരെ കൊണ്ട് നൃത്തം ചെയ്യിക്കുകയും നാടകങ്ങളെ അഭിനയിപ്പിക്കുകയും കലാപ്രവർത്തനങ്ങളാക്കുകയും ജീവിതത്തിൽ അവരെ ഈ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കൈപിടിച്ചിട്ട് ഒരുപാട് സഹായിക്കുകയും ചെയ്ത വളരെ ഉന്മേഷവാനായിട്ടുള്ളൊരു മനുഷ്യനായിട്ടാണ് ബേബിയെ ഞാൻ കണ്ടിട്ടുള്ളത്. ആ ബേബി പിന്നെ ഒടുവിൽ ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. കാരണം ബേബി എന്തിനു ആത്മഹത്യ ചെയ്തു എന്നുള്ളത്, ഈ 70ാമത്തെ വയസ്സിൽ എന്തിനു ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അതിന് നമ്മുടെ ഒരു സമൂഹവും നമ്മുടെ ഒരു ചരിത്രഘട്ടവും ഒക്കെ കാരണക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അല്ലാതെ ചുമ്മാ ഒരാൾ പോയിട്ട് ആത്മഹത്യ ചെയ്യും. അതും ബേബിയെ പോലുള്ളൊരു മനുഷ്യൻ. ബേബി എല്ലാവരിലും പ്രത്യാശ ഉണ്ടാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്, സ്വപ്നങ്ങൾ കൊടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ആ മനുഷ്യന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഈ രീതിയിൽ കാണുന്നു എന്നുള്ളത്, അപ്പോൾ അത് ഈ കാലമാണ്. അപ്പോൾ അങ്ങനെ ഈ നല്ല സ്വപ്നങ്ങൾ കാണാൻ പറ്റാത്ത ഒരു കാലമായിട്ട് ഈ കാലം മാറിയും ആ ഒരു വലിയ ചോദ്യമാണ് ബേബിയുടെ മരണം നമ്മുടെ മുന്നിൽ ഉയർത്തുന്നത്. എനിക്കത് വലിയ സങ്കടമുണ്ട്. കാരണം ഞാൻ എത്രയോ കാലമായിട്ട് പരിചയിച്ചിട്ടുള്ള ഒരാൾ, ഞാൻ വളരെ ബഹുമാനത്തോടെ നോക്കിക്കണ്ടിട്ടുള്ള ഒരാൾ, ആ പ്രവർത്തനങ്ങളെ ഞാൻ അടുത്തുനിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ പലപ്പോൾ കാണാറുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഇത്രയും പ്രായമുള്ള ഒരവസ്ഥയിൽ ആത്മഹത്യ ചെയ്യുന്നു. അത് പലരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ പ്രത്യയശാസ്ത്രത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുള്ള ചിലരൊക്കെ ആ രീതിയിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇടതുപക്ഷ തീവ്രവാദത്തിൻ്റെ പേരിൽ പോവുകയും അതിന് വിശ്വാസം അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവർ പലരും വലിയ നിരാശ ഭരിതരായിട്ട് മാറുകയും ഒക്കെ ചെയ്തിട്ടുള്ള അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ അതിൽ എംസുകുമാരനും UP ജയരാജനും ആയാലും എല്ലാവരും ആ രീതിയിലുള്ള പിന്നെ അതിലുള്ള ഒരു വിശ്വാസ നഷ്ടമാണ് അവരുടെ ജീവിതാന്ത്യത്തിൽ ഉണ്ടായിരുന്നത്. അവർ പിന്നെ നമ്മൾ പറയുന്ന രീതിയിൽ ആത്മഹത്യ ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ ഉള്ളിൽ എന്തോ മുമ്പേ മരിച്ചു പോയിട്ടുണ്ട്. അത് മരിച്ച ഒരു ഉടലിൽ, ജീവിച്ചിരിക്കുന്ന ഉടലിനകത്ത് മരിച്ചതിനെയോ കൊണ്ട് നടക്കുന്ന മനുഷ്യരായിരുന്നു പലരും. അപ്പോൾ അങ്ങനെയുള്ളൊരു നിരാശയിലൂടെയാണ് ഈ ബേബി കടന്നു പോയതെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു തലമുറയിൽ ഒരാൾ, ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട് അത് ദുഃഖവും നിരാശയും എൻ്റെ മനസ്സിലുമുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും?